प्रियंका गांधी और राहुल गांधी दोनों की बड़ी रैली चल रही है उपचुनाव से ठीक पहले। Stand as the official member of parliament. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ നിങ്ങളുടെ അനൗദ്യോഗിക ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഔദ്യോഗിക പ്രതിനിധിയാകേണ്ട ആവശ്യമില്ല. So today, when I was coming on the way here, on the plane, I was thinking to myself that I was member of parliament of Wayanad for 5 years. What did I get? വയനാട്ടിലെ ജനങ്ങളിൽ നിന്ന് എനിക്ക് എന്താണ് ലഭിച്ചത്? Whenever I come here, naturally I feel happy. ഞാൻ എപ്പോ വയനാട്ടിൽ ഇവിടെ വരുമ്പോഴും സ്വാഭാവികമായിട്ട് എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവും. Like sometimes, even if I'm in a little bit irritated mood, if I'm going to go to Wayanad, I'm like, oh good, I feel happy. ചിലപ്പോൾ ഞാൻ കുറച്ചൊരു അസ്വസ്ഥതയും ദേഷ്യമൊക്കെ പിടിച്ചൊരു മാനസികാവസ്ഥയിൽ ഇരിക്കുകയാണ്. പക്ഷെ വയനാട്ടിൽ പോകാന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് സന്തോഷമാകും. Now the thing is that every politician, they have certain times in their life when their perspective changes, their view of things change. എല്ലാ രാഷ്ട്രീയക്കാരുടെ ജീവിതത്തിൽ ഒരു സമയമുണ്ട്. ആ സമയത്തിൽ അവരുടെ കാഴ്ചപ്പാട് മാറും. അവരെങ്ങനെയാണോ കാര്യത്തെ കാണുന്നത് അത് മാറും. So when I first went on the Bharat Chodo Yatra, I was a bit surprised because it was a political walk. ആദ്യം ഭാരത് ജോഡോ യാത്രയിൽ പോയപ്പോ ഞാൻ കുറച്ച് അതിശയിച്ചു. കാരണം അത് രാഷ്ട്രീയപരമായ ഒരു നടത്തമായിരുന്നു. The purpose of the walk was political. ആ ഉദ്ദേശം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയമായ ഒരു ഉദ്ദേശമായിരുന്നു. To give a message that everybody should stand together, everybody should be united, everybody should respect each other. അതിന്റെ സന്ദേശം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിൽക്കണം, എല്ലാ മനുഷ്യരുടെ ഇടയിൽ ഐക്യം ഉണ്ടാവണം, എല്ലാ മനുഷ്യരും പരസ്പരം ബഹുമാനിക്കണം. ഇതായിരുന്നു ആ യാത്രയുടെ രാഷ്ട്രീയ സന്ദേശം. But in the beginning of the yatra already I noticed that I was hugging people, people were kissing me, I was saying I love you, they were saying we love you. പക്ഷെ യാത്ര തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ ആളുകളെ കെട്ടിപ്പിടിക്കുകയായിരുന്നു, അവരെനിക്ക് ഉമ്മ തരികയായിരുന്നു, ഞാൻ ആൾക്കാരോട് പറയായിരുന്നു ഐ ലവ് യു, ആൾക്കാർ എന്നോട് പറയായിരുന്നു വി ലവ് യു. And I realized while I was on the plane today that Thank you. For many years I did not use the word love in politics. ഞാൻ ഇന്ന് പ്ലെയിനിൽ വരുമ്പോൾ ഞാൻ തിരിച്ചറിയായിരുന്നു, ഒരുപാട് വർഷങ്ങൾ രാഷ്ട്രീയത്തിൽ ഞാൻ ലവ് അഥവാ സ്നേഹം എന്ന വാക്ക് ഉപയോഗിച്ചിരുന്നില്ല. And after I came to Wayanad, suddenly I started using the word love in politics. അത് മാത്രമല്ല, വയനാട്ടിൽ വന്ന ശേഷം ഞാൻ ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ സ്നേഹം എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. And I realized that it is because the people of Wayanad gave me so much love and affection that my entire politics changed. എനിക്ക് മനസ്സിലായി, വയനാട്ടിലെ ജനങ്ങളായി നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹവും ഇഷ്ടവും നൽകിയത് കാരണം എന്റെ രാഷ്ട്രീയം തന്നെ മാറി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. I realized that the only weapon to actually counter hatred, anger is love and affection. ഞാൻ ഇവിടെ വന്ന ശേഷം തിരിച്ചറിഞ്ഞു, ദേഷ്യത്തെ, വിദ്വേഷത്തെ, കോപത്തെ എതിർക്കാനുള്ള ഒരേ ഒരു ആയുധം സ്നേഹവും ഇഷ്ടവുമാണെന്ന് ഞാൻ ഇവിടെ വന്നിട്ട് തിരിച്ചറിഞ്ഞു. So sometimes now I'll go in Delhi, sometimes I'll go out, and after the yatra people will say to me, oh we love you, and I will answer them, I love you. ഞാനിപ്പോ യാത്രയ്ക്ക് ശേഷം ഡൽഹിയിൽ എവിടെയെങ്കിലും ഒക്കെ പുറത്തു പോകുമ്പോൾ ആളുകൾ എന്നോട് വന്ന് പറയും വി ലവ് യു, ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ തിരിച്ച് ഞാൻ പറയും ഐ ലവ് യു, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചു പറയും. And sometimes I think from so many years as a politician I did not use that word. ഞാൻ മനസ്സിലാക്കി, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ഒരുപാട് കാലം ഞാൻ ആ വാക്ക് ഉപയോഗിച്ചിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. And people of Wayanad taught me that word has a very important place in politics. വയനാട്ടിലെ ജനങ്ങളായി നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്, സ്നേഹം എന്ന വാക്കിന് രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. That is why I'm wearing this t-shirt. ഞാൻ ഇന്ന് ടീഷർട്ട് ഇട്ടിരിക്കുന്നത്. Now, look now, she's the MP candidate, correct? But
She's also my little sister. I'm older than her. നിങ്ങൾക്കറിയാം ഇപ്പോ പ്രിയങ്ക ജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ എന്റെ ചെറിയ അനുജത്തി കൂടിയാണ്. ഞാൻ പ്രിയങ്കയേക്കാൾ മൂത്ത ആളാണ്. So I have the right to say something, not only as a campaigner but as an elder brother also. അതുകൊണ്ട് പ്രചരണത്തിന് വന്ന ഒരാളെന്ന നിലയ്ക്കല്ല, ഒരു മൂത്ത സഹോദരൻ എന്ന നിലയ്ക്ക് കൂടി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള അവകാശം എനിക്കുണ്ട്. So I can complain to the people of Wayanad about my little sister. അതുകൊണ്ട് വയനാട്ടിലെ ആളുകളോട് എന്റെ കുഞ്ഞു അനുജത്തിയെ പറ്റി എനിക്ക് പരാതി പറയാനും പറ്റും. So now if I am in public in Wayanad and I give her a hug or I give her a kiss, she says don't do that. ഞാനിപ്പോ നിങ്ങൾ പൊതുസ്ഥലത്ത് വയനാട്ടിൽ ഒന്ന് കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം, അപ്പൊ അനിയത്തിനോട് പറയാം അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. But if I am giving hugs and kisses to the people of Wayanad, why can't I give a hug and a kiss to my sister? ഞാൻ വയനാട്ടിലെ ജനങ്ങളെ കെട്ടിപ്പിടിക്കുകയും നിങ്ങൾക്ക് ഉമ്മകൾ തരികയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്റെ അനുജത്തിക്ക് കെട്ടിപ്പിടിക്കുകയോ ഒരു ഉമ്മ കൊടുക്കുകയോ എനിക്ക് ചെയ്തുകൂടാ? Correct? So you please tell her that this is not correct behavior. അതുകൊണ്ട് നിങ്ങൾ അനുജത്തിയോട് പറയുക ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുക. That I am her elder brother and I am allowed to show affection for her in front of people of Wayanad, in front of the people of India. അതുകൊണ്ട് നിങ്ങൾ എന്റെ അനുജത്തിയോട് പറയുക ഞാൻ എന്റെ അനുജത്തിയുടെ മൂത്ത സഹോദരനാണ്. അതുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുമ്പിൽ എന്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് അർഹതയുണ്ടെന്ന് പറയുക. So now she's going to get angry with me. Why did you say that? ഇപ്പൊ എന്റെ അനുജത്തി എന്നോട് ദേഷ്യപ്പെടാൻ പോവുകയാണ്. Anyway, look, I just want to tell you that you have won a huge place in my heart. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്റെ ഹൃദയത്തിൽ ഒരു വലിയ ഇടമാണ് നിങ്ങൾ നേടിയിട്ടുള്ളത്. It has gone beyond politics. അത് രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള ഒന്നാണ്. So anytime I can help anybody in Wayanad, the people of Wayanad, your issues, your tourism, your tea, your coffee, if I can show the beauty of Wayanad to the people of the rest of the country, to the people of the rest of the world, I will happily do it. എനിക്ക് എപ്പോഴെങ്കിലും വയനാട്ടിൽ നിങ്ങളെ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ, നിങ്ങളുടെ വിനോദസഞ്ചാരത്തിൽ സഹായിക്കാനുണ്ടെങ്കിൽ, നിങ്ങളുടെ കാപ്പി കൃഷി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സഹായിക്കാനുണ്ടെങ്കിൽ, വയനാടിനെ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കാൻ, വയനാടിന്റെ സൗന്ദര്യ ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് എപ്പോഴും സന്തോഷമുണ്ടായിരിക്കും അത് ചെയ്യുന്നതിന്. And again, as an elder brother, I will say one thing to my sister. അത് മാത്രമല്ല, ഒരു മൂത്ത സഹോദരൻ എന്ന നിലയിൽ ഞാൻ എന്റെ സഹോദരിയോട് ഒരു കാര്യം കൂടി പറയുന്നു. As a challenge. ഒരു വെല്ലുവിളിയായിട്ടാണ് പറയുന്നത്. And I will help her in doing this. അത് ചെയ്യാൻ ഞാൻ എന്റെ അനുജത്തിയെ സഹായിക്കും. In any way possible. എനിക്ക് പറ്റുന്ന ഏത് വഴിയിലും. And the challenge is, let us make the name of Wayanad known as the best tourist destination in the entire world. ആ വെല്ലുവിളി എന്ന് പറയുന്നത് വയനാടിന്റെ പേര് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക എന്ന വെല്ലുവിളിയാണത്. When people think of Kerala, the first destination should be Wayanad. ആളുകൾ കേരളത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന ആദ്യ സ്ഥലം എന്ന് പറയുന്നത് വയനാടായിരിക്കണം. This is to benefit the people of Wayanad, but it is also to show the rest of the world what Wayanad is. ഇത് വയനാട്ടിലെ ജനങ്ങൾക്ക് ഗുണമുണ്ടാകാനാണ്. അത് മാത്രമല്ല, ലോകത്തിന് മുഴുവൻ വയനാട് എന്തെന്ന് കാണിച്ചു കൊടുക്കാൻ കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. Thank you very much. വളരെയധികം നന്ദി. All the best, Nandri. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. Namaskar. तो वायनाड में आप देख रहे हैं अपनी बहन के लिए प्रचार करते हुए राहुल गांधी, जो कि वायनाड से लोकसभा सांसद थे। आपको बता दें, 2 जगह से जीतने के बाद उन्होंने वायनाड की सीट छोड़ी, जहां पर उपचुनाव है 13 तारीख को, यानी परसों उपचुनाव है। उससे पहले आज ये जो चुनावी रैलियों का दौर चल रहा है, आज आखिरी दिन है चुनाव प्रचार के लिए, इसलिए प्रियंका गांधी के साथ उनके भाई राहुल गांधी भी रोड शो में हिस्सा लिए। तो ये तस्वीरें आप सीधे वायनाड से देख रहे हैं। आपको बता दें, खासतौर पर वायनाड पहुंचे हैं राहुल गांधी। प्रियंका गांधी के लिए वो चुनाव प्रचार कर रहे हैं। वायनाड की सीट राहुल गांधी द्वारा छोड़ी गई सीट थी, 2 जीता था
वायनाड की सीट उन्होंने छोड़ी, जिस पर अब प्रियंका गांधी, आपको बता दें, जो लगातार लोकसभा चुनाव में कांग्रेस की तरफ से तमाम रैलियां करती हुई वो नजर आई, लेकिन दूसरे नेताओं के लिए फिलहाल ये आधिकारिक तौर पर, आपको बता दें, प्रियंका गांधी के लिए राजनीतिक जो दंगल है उसमें कदम रखने का ये समय है, जब प्रियंका गांधी आधिकारिक तौर पर इस दंगल में खुद शामिल हो रही हैं। और इस दंगल में उनका साथ देने के लिए उनके भाई राहुल गांधी, जो कि खुद एक सांसद हैं, वो भी उनके साथ इस रोड शो में सीधे तौर पर आए। किस तरीके से राहुल गांधी ने जब अपना पूरा भारत भ्रमण किया था, आपको बता दें, उस दौरान किस तरीके से वायनाड के लोगों ने और पूरे भारत के लोगों ने उनका समर्थन दिया था, उन बातों का जिक्र करते हुए यहाँ पर राहुल गांधी। तो 13 तारीख को वायनाड की सीट पर उपचुनाव है, जहां से प्रियंका गांधी वाड्रा जो हैं वो उम्मीदवार हैं कांग्रेस पार्टी की। और इसी को देखते हुए चुनाव प्रचार का आज आखिरी दिन है, जिसके लिए आपको बता दें, प्रियंका गांधी का समर्थन करते हुए राहुल गांधी खुद वायनाड पहुंचे हैं और वहां पर अपनी बहन के समर्थन में रोड शो में उन्होंने हिस्सा लिया। सीधे तौर पर वायनाड की जनता से मुखातिब हुए, बातचीत किया उन्होंने। तो ये तस्वीरें आपको बता दें वायनाड से सामने आ रही हैं। आज चुनाव प्रचार का आखिरी दिन है, ऐसे में राहुल गांधी प्रियंका गांधी के साथ पहुंचे हैं और सीधे तौर पर वायनाड की जनता के भीतर एक बार फिर से वही भरोसा दिलाने की कोशिश राहुल गांधी करते हुए, जिस भरोसे के बल पर वायनाड की जनता ने राहुल गांधी को विजयी बनाया था। राहुल गांधी उसी भरोसे के बल पर रोड शो करने आए हैं अपनी बहन के लिए, प्रियंका गांधी के लिए। हमारे सहयोगी इमरान इस वक्त हमारे साथ जुड़ गए। इमरान, चुनाव प्रचार का आज आखिरी दिन है, 13 तारीख को उपचुनाव है। इस सीट पर जनता की बात करें तो भारी भीड़ है। सीधे तौर पर राहुल गांधी जनता से बातचीत करते हुए भी नजर आए। खास तौर पर वायनाड के लोगों की अगर बात की जाए तो कितना उत्साह दिख रहा है? क्या जो फीलिंग है वो राहुल गांधी और प्रियंका गांधी के लिए सेम रहने वाली है? जी बिल्कुल, जनता का जिस तरह से उत्साह है वायनाड के लिए, उनको जनता का अभिप्राय है कि यहाँ पर उनको फर्क नहीं पड़ता राहुल गांधी या प्रियंका गांधी लड़ रही है, उनके लिए तो दोनों एक बराबर हैं। हालांकि राहुल गांधी 2 टाइम यहाँ के एमपी थे और उन्होंने रायबरेली से लड़ने के बाद उन्होंने रायबरेली चूज किया, वायनाड को छोड़ा। बीजेपी ने कहा था कि वो अब परिवार को छोड़ रहे हैं, लेकिन इसके बावजूद यहाँ पर जनता का उत्साह राहुल गांधी प्रियंका गांधी को लेकर है। कहा जा रहा है कि प्रियंका गांधी इस बार चुनाव में 4 लाख से ज्यादा, ये कांग्रेस का दावा है कि 4 लाख मतों से ज्यादा वो जीतेंगी। जिस तरह से भीड़ आ रही है और जिस तरह से आज चुनाव का आखिरी दिन है और प्रियंका गांधी की सिर्फ 2 रैली है, एक सुल्तान बत्री में और दूसरा मलप्पुरम में, और काफी उत्साह है लोगों को लेकर राहुल गांधी को और प्रियंका गांधी को देखकर। बिल्कुल इमरान, निश्चित तौर पर आपसे ये भी पूछना चाहूंगी, जो प्रियंका गांधी के अगेंस्ट हैं, अगर देखा जाए, जिनके अगेंस्ट वो चुनावी दंगल में उतर रही हैं पहली बार, अगर देखा जाए तो क्या लग रहा है? जो बीजेपी की हैं नव्या हरिदास, क्या उनका पलड़ा भारी दिख रहा है, या फिर सीपीआई के जो कैंडिडेट है उनकी बात की जाए तो क्या लग रहा है कमोबेश देखते हुए फिलहाल? जी बिल्कुल, अगर आप देखें वायनाड की जनता को लेकर जिस तरह से वोटिंग कर रही है, प्रियंका गांधी सबसे आगे चल रही है इस पूरे कैंपेन में, और जनता का जिस तरह से उत्साह हम जमीन पर देख रहे हैं और रही है, तो लोग ज्यादातर झुकाव तो प्रियंका गांधी कांग्रेस पार्टी की तरफ। तो वायनाड एक ट्रेडिशनली भी कांग्रेस सीट है, यहाँ पर जिस तरह से कास्ट और कम्युनिटी कॉम्बिनेशन है, माइनॉरिटीज का डोमिनेशन ज्यादा है इस पर, और यहाँ पर देखें तो ज्यादातर कांग्रेस पार्टी की तरफ ही झुका है। और क्योंकि प्रियंका गांधी भी यहाँ लड़ रही हैं तो जनता में काफी उत्साह है, और पहली बार वो चुनावी दंगल में पहली बार जो अपना कैंडिडेसी में है वो वायनाड से है। तो जाहिर सी बात है, सिर्फ फर्क इतना है कि क्या मार्जिन से वो जीतेगी वो देखना है, और तो जहाँ से ग्राउंड रिपोर्ट मिल रही है उनका जीतना तो खचित है। बिल्कुल इमरान, आपका बहुत बहुत शुक्रिया इन तमाम जानकारी के लिए। तो कांग्रेस पार्टी की ये सीट काफी सुरक्षित मानी जा रही है। इस खबर से आगे बढ़े।